ഹലോ ഗുഡ് മോർണിംഗ് ദിസ് ഇസ് റിപ്പബ്ലിക് ഡേ മോർണിംഗ്. റിപ്പബ്ലിക് ഡേ ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസമായല്ലേ. സോ കം ടു അവർ പോയിന്റ് ടുഡേസ് ഹോളിഡേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. സൂര്യനൊക്കെ വന്നിട്ട് കുറേ നേരമായി നടത്തും, ഓൾറെഡി ലേറ്റായി. അപ്പം നമ്മളിനി ഈസി ബിസി ആയിട്ട് പെട്ടെന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനിടയിൽ ഞാൻ ഈ കാണിക്കുന്നത് ഈ ധൂപ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്ലിപ്പാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഒരു 1 month ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും അത് ഇന്ന് നോക്കിയപ്പോൾ അത് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു, എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ആവി പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കെറ്റിലാണ് കേട്ടോ. ഇതിൽ ഇലയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ആവി പിടിക്കുക. മോൾക്ക് നല്ല കോൾഡ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കായിരുന്നു. അപ്പോഴേക്കും ദേ വിശക്കണു എന്ന് പറഞ്ഞ് ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം പാല് ചൂടാക്കി അതിൽ സാത്തു പൗഡർ ഇട്ടിട്ട്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സാത്തു എന്ന് പറഞ്ഞൊരു പൗഡർ കിട്ടും. അത് ഇട്ടിട്ട് വെറുതെ നമ്മൾ കുക്കൊന്നും ചെയ്യേണ്ട, വെറുതെ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നമുക്ക് കഴിക്കാവുന്ന. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും പിന്നെ കുറച്ച് നട്ട്സും പഴമൊക്കെ ഒന്ന് മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ചന സാത്തുമാണ്, നമ്മുടെ കടല വെച്ചിട്ടുണ്ടാക്കുന്ന സാത്തു പൗഡറാണ്. അതല്ലാതെ മില്ലറ്റും റാഗി അങ്ങനെ വെച്ചിട്ടുള്ള സാത്തു പൗഡർ, നട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള സാത്തു പൗഡറുണ്ട്. ഇതിൽ നമ്മൾ നട്ട്സ് ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇത് നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കൊന്നുമില്ല. പിന്നെ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇതായിരിക്കും മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഈസി ആയിട്ടും കഴിയും, ഹെൽത്തിയുമാണല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇതാണ് കേട്ടോ ഇവിടെ കഴിക്കുക. ആദ്യം ഞങ്ങൾക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിച്ചില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അത് ഇടയ്ക്കിട്ട് നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കപ്പലണ്ടി ഒന്ന് എയർ ഫ്രയറിൽ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, പക്ഷേ ഞാനത് എയർ ഫ്രയറിൽ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കപ്പ് കപ്പലണ്ടി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചു. ഒരു 10 minutes വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചു. അതിൽ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനത് വെള്ളം വാൾന്ന് കഴിഞ്ഞിട്ട് ഇതിലേക്ക് എയർ ഫ്രയറിൽ ഒരു 10 minutes കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നു കേട്ടോ. കാലത്തെ പരിപാടി തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചു. ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും നോക്കിയിട്ട് ഉണ്ടാക്കാനായിട്ട് ഫ്രിഡ്ജിൽ തപ്പിപ്പതേ കുറച്ച് ഉണങ്ങിയ ക്യാരറ്റിന് ഇനി അത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് വെക്കി കളയേണ്ടി വരും. അപ്പോൾ ഞാനത് അതും പിന്നെ കുറച്ച് ബീൻസും അതുപോലെ തന്നെ അതിൻ്റെ കാലാവധി കഴിയാറായ ബീൻസാണ് അതും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഒരു ഉപ്പേരി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ ഒരാൾ പഠിക്കണമെന്നും പറഞ്ഞിട്ട് ബുക്കും കൊണ്ട് വന്നിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉച്ചയ്ക്ക് ഓൾറെഡി ചോറ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ഉപ്പേരി വെക്കാം. പിന്നെ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ഓൾറെഡി മസാല പുരട്ടി ഇതിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചക്കലത്തെ പരിപാടി വേഗം കഴിയും. ബീൻസ് ഞാൻ ഒന്ന് ചെറുതാക്കി ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ക്യാരറ്റ് ഞാൻ ചോപ്പറിലിടാനാണ് വെക്കുന്നത്. ചോപ്പറിലിടാൻ നന്നായിട്ട് ചെറുതാക്കി കിട്ടും. പക്ഷേ ഈ ചോപ്പറിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം കുറേ ക്വാണ്ടിറ്റി നമുക്ക് ഇടാം. ഇപ്പോൾ ഞാൻ കാണിച്ച ക്യാരറ്റ് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇതിലിടാം. പക്ഷേ എത്ര നേരം നമ്മൾ ചോപ്പ് ചെയ്തെടുത്താലും അതിന് 2 speeds ഉണ്ട്, ഡബിൾ സ്പീഡ്സ് ഉണ്ട്. 1 and 2 ഉണ്ട്. നമ്മൾ 2-ൽ വെച്ചാലും 1-ൽ വെച്ചാലും കുറേ നേരം കഴിഞ്ഞാലും അതിൽ 1-2 കഷ്ണം എന്തായാലും ഉണ്ടാവും അത് ചോപ്പാതെ കിടക്കുന്നത്. ഇന്ന് എന്താണോ എല്ലാം നന്നായിട്ട് ചോപ്പായി കിട്ടിയിട്ടുണ്ട്. ഈ ബോട്ടിൽ ഞാൻ കാട്ടിൽ ആഡ് ചെയ്ത് വെച്ച് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിച്ചപ്പോൾ മുതൽ ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഓയിൽ വെച്ചിട്ട് ഇതേവരെ എനിക്ക് അതിൽ നിന്ന് സ്പ്രേ ചെയ്ത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിനും അതിൻ്റേതായ കാലം വരുമായിരിക്കും അല്ലേ. ലെറ്റ്സ് വെയിറ്റ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ, ഈ ചോപ്പറൊക്കെ നമുക്ക് കിച്ചണിലൊരു ലൈഫ് സേവറാണ്. ഇത്രയും നാൾ ഇതൊന്നും ഇല്ലാതെ പണ്ടൊക്കെ നമ്മൾ ഇത് ചെറുതായി കട്ട് ചെയ്ത് എത്രയോ ടൈം വേസ്റ്റ് ചെയ്തു. ഇപ്പോഴൊക്കെ നമുക്ക് ചോപ്പർ ഇല്ലാത്ത ഒരു കിച്ചൺ നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. അതും ഡിഫറെൻറ്റ് മോഡൽസ്, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള ചോപ്പേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലേ. ഇനി ഞാൻ ഈ ചെയ്യുന്ന പരിപാടിയാണല്ലോ കിച്ചണിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു പരിപാടി. എത്ര ചെയ്താലും എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാത്ത പരിപാടി. നമ്മൾ ഡെയിലി ചെയ്യുന്നതാണെങ്കിലും എത്ര ടൈം അത് ചെയ്താലും എനിക്കത് ഓരോ പ്രാവശ്യം ചെയ്യുന്നവരും ഇപ്പോൾ അതൊരു കോൺഫിഡൻസ് കിട്ടാത്ത ഒരു പരിപാടിയാണ് കേട്ടോ. മനസ്സിലായില്ലേ, ചോറ് കൂട്ടുന്ന പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചിട്ട് സിംഗിൾ വെക്കുകയാണ് ചെയ്യാറ്. അത് ഇപ്പോൾ എത്ര ചെയ്താലും ഞാനത് ചെയ്യുമ്പോൾ പിന്നെയും ഒരു പേടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പരിപാടി ചെയ്തിട്ട് ഒരാൾ ഓടിപ്പോയതുകൊണ്ട് പാല് തിളയ്ക്കാൻ നോക്കി നിന്നതാണ്. ആളത് തിളച്ചു പോയി. ചോപ്പർ കൂട്ടിൻ്റെ വിശേഷം പറഞ്ഞത് നമ്മുടെ കറിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഒന്ന് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്തു. ചിക്കൻ മാത്രമല്ല കേട്ടോ, സോയ ചങ്ക്സും കൂടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. രണ്ടും കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് ഞാൻ ചോറ് വിളമ്പിയാണ്. ചോറിന് നമ്മളുണ്ടാക്കി ഉപ്പേരി ഉണ്ട്, പിന്നെ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചിക്കനും സോയ ചങ്ക്സും ഫ്രൈ ചെയ്തത്. അപ്പോൾ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. യൂഷ്വലി ഞങ്ങളുടെ വീക്കെൻഡ്സിലാണ് എല്ലാം റീഫിൽ ചെയ്യാറ്. ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നോൺ വെജ് എല്ലാം ഞങ്ങൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ സാറ്റർഡേസ് ആണ് റീഫിൽ ചെയ്യുക. പക്ഷേ ഈ സൺഡേ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഒരു ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് പോകണം. ലഞ്ചൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഞങ്ങളിത് ഈവനിങ് ഒരു 6 o'clock ആയപ്പോഴാണ് ഷോപ്പിംഗ് വന്നിരിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു റിലയൻസിൻ്റെ ഒരു സ്റ്റോർ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ യൂഷ്വലി ഞങ്ങളിവിടെ വരാറ്. സാധനങ്ങളെടുത്ത് ബില്ലടിക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയ പണി മനസ്സിലായത്. ഹോളിഡേ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബില്ലടിച്ചത്. കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് ടയർഡായി എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് കുടിച്ചു. അത് ഞാൻ വീട്ടിലെത്തി ഇതൊക്കെ എടുത്ത് വെക്കണം, അതാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് വെക്കട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.